വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്കൊരു പുരുഷനെ, ഒരു ആണിനെ ദേഷ്യം പിടിപ്പിക്കാം അല്ലേ? അങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പുരുഷന് എന്തെല്ലാം ചെയ്യുമ്പോഴാണ് ദേഷ്യം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏകദേശം 10-12 കാര്യങ്ങളുണ്ട്. ഈ 10-12 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടിയിരിക്കും. അവന് വേണ്ട രീതിയിലും നല്ല രീതിയിലും ദേഷ്യം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏതാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പല സ്ത്രീകളും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. എന്താണ്, നമ്മൾ പൊതുവേ ഇപ്പോൾ ആണുങ്ങൾ പുറകെ നടക്കില്ലേ, പ്രണയമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കും. പക്ഷേ പല സ്ത്രീകളും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കില്ല. അതായത് ഞാൻ വീണു കേട്ടോ, ഓക്കെ നിനക്ക് സന്തോഷമായല്ലോ, ഞാൻ നിൻ്റെ പ്രണയത്തിൽ വീണു എന്നുള്ളത് അങ്ങ് സമ്മതിച്ചു കൊടുക്കില്ല. ഇഷ്ടമാണെങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കില്ല. പരമാവധി ഇങ്ങനെ മസിൽ പിടിച്ച് വലിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുള്ളൂ അല്ലേ. ഒരു ഡിമാൻഡ് ഇടില്ല അല്ലേ? ആ ഡിമാൻഡിലൊക്കെ ഓക്കെ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് എന്താണ്, ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് അവന് മനസ്സിലാകാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിലാണ് അവന് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നത്. അവന് അങ്ങനെ ഒരു ക്ഷമ സത്യം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അവരറിയണം എന്ത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല, എന്താണെങ്കിലും ശരിയായി തിരിച്ചറിയണം. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ കളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ചിരിക്കുകയോ ചോദിച്ചാൽ ചിരിക്കും, വർത്തമാനം പറയുകയോ വർത്തമാനം പറയും. പക്ഷേ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഇഷ്ടമല്ല എന്നും പറയില്ല, ആണെന്നും പറയത്തില്ല, ഇട്ടിട്ട് വലിപ്പിക്കുക എന്ന് പറയില്ലേ. ആ ഒരു പരിപാടി ചെയ്യുമ്പോൾ ശരിക്കും ദേഷ്യം വരും എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മിക്കവാറും പെണ്ണുങ്ങൾക്ക് ഈ ടെൻഷൻ വരിക അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ രണ്ട് രീതിയിലാണ് അവർ പെരുമാറുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ ടെൻഷനോ വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പൊതുവെ എന്ത് ചെയ്യുന്നറിയോ, അവരവരുടെ വിഷമം ആ ടെൻഷനൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തിട്ടുള്ള സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ആർക്കാണെങ്കിലും ശരി അവരുടെ അടുത്ത് തുറന്ന് പറയും എന്നുള്ളതാണ്. അവർക്കത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് വല്ലാത്തൊരു പ്രഷർ തോന്നുന്നത്, ഒരു അസ്വസ്ഥത തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരത് തുറന്ന് പറയും. എന്നാൽ ആണുങ്ങളുടെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. അവരങ്ങനെ തുറന്ന് പറയത്തില്ല. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രഷറോ ഒരു സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലിട്ട് നീറ്റി കഴിയുക. അവരത് പുറത്ത് പറയത്തില്ല. ഉള്ളിലിട്ട് നീറ്റി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും അല്ലേ. അതിന് ഇതാണ് പോംവഴി എന്നുള്ളത് അവർ തന്നെ കണ്ടെത്തും. അല്ലാതെ അവരൊരു 10 പേരെടുത്ത് പോയി പറയില്ല. സ്ത്രീകൾ അങ്ങനെയില്ല. അത് കുറച്ച് പേരെടുത്ത് പറഞ്ഞ് അവരുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കും. ആണുങ്ങൾ നേരെ തിരിച്ചാണ്. അവരത് ഇറക്കി വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അവരത് പുറത്ത് പറയില്ല. പകരം അവരതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും, തനിച്ചിരിക്കും. അപ്പോൾ തനിച്ചിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ പോയിട്ട് എന്താ സംഭവം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ, എന്ന് തുറന്ന് പറഞ്ഞുകൂടെ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അതല്ലേ ഇതല്ലേ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, പിന്നെ എന്താ നിങ്ങൾ എൻ്റെ അടുത്ത് മറച്ചു വയ്ക്കുന്നത്, നിങ്ങൾക്കുള്ള കാര്യം പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ചുരണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്ത്രീകൾ ചിന്തിക്കുന്നത് എന്താ, ആത്മാർത്ഥമായിട്ടുള്ള ലവാണ്, സ്നേഹമാണ്, പ്രണയമാണെന്നൊക്കെ പറയുന്ന സമയത്ത് നല്ലൊരു ബന്ധമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നൂടെ, ഇങ്ങനെ എന്തിനത് മറക്കുന്നതെന്ന് ചോദിക്കും. അത് ആണുങ്ങളുടെ ഒരു സൈക്കോളജി ആണെന്നുള്ളത് ഈ സ്ത്രീകൾ തിരിച്ചറിയില്ല. സ്ത്രീകൾ എന്ത് ചെയ്യും, സ്ത്രീകളെ എങ്ങനെയാണ് സ്ത്രീകൾ കാണുന്നത് ആ ഒരു കണ്ണോട് കൂടി ആണുങ്ങളെയും കാണും. അവിടെയാണ് പ്രശ്നം. ആണുങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല. അവരത് ഉള്ളിൽ തന്നെ വയ്ക്കും. ടെൻഷൻ വിഷമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ തനിച്ച് വിടുക എന്നുള്ളതാണ് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് തനിച്ച് വിടാതെ പിന്നിൽ പോയി ചുരണ്ടിക്കൊണ്ട് നിന്നിട്ട് ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചുരണ്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിലാണ് അവിടെ പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പൊതുവെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രണയിക്കുന്നതിന് മുമ്പ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നല്ല ക്വാളിറ്റീസ് കണ്ടിട്ടായിരിക്കുമല്ലോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ എന്തൊക്കെയോ ക്വാളിറ്റീസ് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയം തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അവർ ചിന്തിക്കുകയാണ് നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മോശപ്പെട്ട കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒന്ന് നന്നാക്കി എടുക്കണം, ഒന്ന് മോഡിഫൈ ചെയ്യണം, ഒന്നുകൂടി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവമൊക്കെ ഒന്നുകൂടി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത പാർട്ട്ണർക്ക് വന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്വഭാവം മാറ്റാം, നമ്മുടെ പെരുമാറ്റം മാറ്റാം, അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് അടിപൊളി മാറ്റിയിട്ട് നമ്മളെ ഒരു പെർഫെക്റ്റ് വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും അത് മാത്രമല്ല ഒരാളുടെ സ്വഭാവവും പെരുമാറ്റമൊന്നും അത്ര പെട്ടെന്ന് മാറ്റാനും പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിലുപരി ഇത് മാറ്റാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ദേഷ്യവും വെറുപ്പും തോന്നുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പുരുഷനെ നിങ്ങൾക്ക് പിടിപ്പിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, അയാളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ മതി. അവർ നന്നായിട്ട് ദേഷ്യം വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു പ്രത്യേക ടാലൻറ്റ് തന്നെയാണ്. എന്താണെന്നല്ലേ, ആണുങ്ങൾ അങ്ങനെ അധികം ചെയ്യാത്തൊരു കാര്യമാണ്. ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷെ വളരെ കുറവാണ്. പക്ഷേ സ്ത്രീകൾ ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവരും നല്ല ഭൂരിപക്ഷം പേരും. എന്താണ് കാര്യം? കരഞ്ഞുകൊണ്ട് കാര്യം സാധിക്കുക എന്ന് പറയില്ലേ. കണ്ണീര് ഒരു ആയുധമാക്കി മാറ്റുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, എന്തെങ്കിലും ആഗ്രഹിച്ച് നേടാൻ, അല്ലെങ്കിൽ സംഭവം അതന്നെ ഒരു കാര്യം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ണീരിനെ ഒരു ആയുധമാക്കും. കരഞ്ഞ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, അയ്യോ ഇങ്ങനെ കരയിപ്പിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം അങ്ങ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ശരി, കഷ്ടപ്പാടുള്ളതാണെങ്കിലും ശരി, ഒരുപാട് സാമ്പത്തികമായിട്ട് ചിലവുള്ളതാണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ശരി, അത് നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. കാരണം എന്താണ്? ഈ ഒരു കണ്ണീര് കണ്ടിട്ട് അത് നല്ല കണ്ണീരാണോ, മുതല കണ്ണീരാണോ, റിയലിസ്റ്റിക് ആണോ, അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ കണ്ണീരിനെ ഒരു ആയുധമാക്കി കാര്യം സാധിക്കുന്ന ആ ഒരു മനസ്ഥിതി സ്ത്രീക്കുണ്ടെങ്കിൽ, പെണ്ണുങ്ങൾക്കുണ്ടെങ്കിൽ, അത് ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നതും അല്ലെങ്കിൽ വെറുപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്കറിയാം ഇത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. പക്ഷെ അവർക്കിതിങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ അത് അവരെ അത്യധികമായിട്ട് വെറുപ്പിക്കുന്നൊരു കാര്യമാണ്. അധികകാലം അങ്ങനെ അത് ഓടിച്ചിട്ട് അല്ലെങ്കിൽ കണ്ണീര് കൊണ്ട് കാര്യം സാധിക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. കുറച്ചൊക്കെ ആണുങ്ങൾ സഹിച്ച് ആ രീതിയിൽ പോയെന്ന് വരും. പക്ഷേ കുറേ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ബന്ധം അകന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ണീര് ആയുധമാക്കുന്ന ഒരു പരിപാടി സ്ത്രീകൾ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. 5ാമതായിട്ട് പുരുഷനെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ബന്ധത്തിനകത്ത് വിശ്വാസവഞ്ചന കാണിക്കുക. അതായത് ഈ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് അതുപോലെ വേറെ ഒരുത്തനെയും പോയിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത് ചീറ്റിംഗ് ആണ്, അല്ലേ? വിശ്വാസവഞ്ചനയാണ്. നമ്മളെ സ്നേഹിക്കുന്നു, അതുപോലെ അവിടെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 2 തോണിയിൽ കാലിടുന്നത് ചോദിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റും ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ന് നേടാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളെ പറ്റി പിടിച്ച് നിൽക്കുന്നത്. അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ നേടിയെടുക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ എന്ത് കാരണമാണെങ്കിലും ശരി, ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. വിശ്വാസവഞ്ചന കാണിക്കുകയാണെങ്കിൽ അതും വളരെയധികം പുരുഷന്മാരെ ദേഷ്യപ്പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ആത്മാഭിമാനവുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആ പുരുഷൻ നമ്മളടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുക. അതായത് അങ്ങനെയൊന്നുമല്ല, നിങ്ങളതിൻ്റെ അടുത്ത് നുണ പറയുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാലും ശരി, എന്താ പറയുക, ചങ്ക് എടുത്ത് പറിച്ച് കാണിച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് തന്നെ സംഗതി. അതായത് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ വിഫലമായി പോവുകയാണ്. അവരുടെ കണ്ണിൽ ഇതൊക്കെ നമ്മൾ നുണ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാപട്യമാണ്, കള്ളത്തരമാണ്, നമ്മൾ പറ്റിക്കുകയാണ്, നമ്മൾ ചതിക്കുകയാണ് എന്നുള്ളത് ചുമ്മാ പറഞ്ഞുണ്ടാക്കുക. നമ്മളിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ നമ്മളെ സംശയിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളെ സംശയിക്കുക, ചുരുക്കി പറഞ്ഞാൽ വിശ്വാസമില്ലായ്മ കാണിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിനക്ക് വല്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോടി എന്നുള്ളൊരു രീതിയായിരിക്കും പിന്നെ അവർക്ക്. കാരണം നിനക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, ഞാൻ ആത്മാർത്ഥമായിട്ടോ അല്ലെങ്കിൽ ജെനുവിനായിട്ടാണ് നിൻ്റെ അടുത്ത് പെരുമാറുന്നത്, ഞാൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിനക്കത് മനസ്സിലാവില്ലെന്നില്ലെങ്കിൽ അത് നിൻ്റെ തെറ്റാണ്. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് പറ്റില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോക്കോ എന്നുള്ള രീതിയിലേക്ക് അവർ വരും. അപ്പോൾ പുരുഷന്മാരെ ദേഷ്യം പിടിപ്പിക്കുന്നതിനുള്ള ഒരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ചൊരു പൈങ്കിളിയാണ് അല്ലെങ്കിൽ സെക്സിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് കാര്യം ചോദിക്കുകയാണെങ്കിൽ, അതിപ്പോൾ മിക്കവാറും നമുക്ക് യൂസ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ദാമ്പത്യ ബന്ധത്തിലാണ് കൂടുതലായിട്ടും. അതായത് ദാമ്പത്യ ബന്ധത്തിൽ സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, എന്താ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം അഭിനയിക്കുന്ന രീതിയുണ്ട്. അതിനിപ്പോൾ നിത്യ ജീവിതത്തിലാണെങ്കിലും ശരി, ബെഡ്റൂമിലാണെങ്കിലും ശരി. കാര്യം മനസ്സിലായല്ലോ, സന്തോഷം ഒരുപാട് കിട്ടുന്നുണ്ട്, നിങ്ങളെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും സുഖവും ലഭിക്കും
ഭരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരത്തിലൂടെ അല്ലെങ്കിൽ ഫേക്കായിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ശബ്ദത്തിലൂടെയോ മറ്റോ കാര്യങ്ങളിലൂടെയൊക്കെ. ആ രീതി അവർക്ക് ഇഷ്ടമല്ല. ഒരു പരിധി വരെ അത് ആണുങ്ങൾക്കൊരു പ്രചോദനം തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് അവൻ്റെ ഉള്ളിലുള്ള അവനൊരു മോട്ടിവേഷനാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവൾ സന്തോഷിക്കുന്നുണ്ട്, അതിൽ ആസ്വദിക്കുന്നുണ്ട്, അവൾക്കതിൽ തൃപ്തി കൈവരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. പക്ഷെ അതൊരു ലെവൽ വിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് അതൊരു അഭിനയമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അത് ഫേക്കായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി ആ സ്ത്രീ ചെയ്തതാണെങ്കിലും ശരി, അത് പാളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പരിഹസിക്കുന്ന പോലെ ഒരു പക്ഷേ തോന്നിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ബാലൻസിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, അതൊരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടോ അയാളെ ഒന്ന് എൻകറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നത് ഓക്കെ. പക്ഷെ അത് ആ ഒരു അതിർവരമ്പുകൾ ഭേദിച്ച് അപ്പുറത്തോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക, അതൊരു ആർട്ടിഫിഷ്യൽ ആവാതിരിക്കാൻ ശ്രമിക്കുക, അവനെ പറ്റിക്കുന്ന പോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോകുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ ദേഷ്യവും വെറുപ്പും തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. 8ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ആണുങ്ങൾ പൊതുവെ അവൻ്റെ ടാലൻറ്റ്, അവൻ്റെ കഴിവ്, അവൻ്റെ കാലിബറിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ ആണുങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്ത്രീകളില്ല എന്നല്ല, പക്ഷേ ഒരുപാട് ആണുങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാത്ത കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു 4 ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ശരി, അല്ലെങ്കിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ അയാളുടെയോ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ മിക്കവാറും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പബ്ലിക്കായിട്ട് ആ ഒരു ഇമേജ് നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അപമാനിക്കപ്പെടുക, ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ വെച്ചാണ്. പക്ഷേ ഇവിടെ പുരുഷന്മാരെ കുറിച്ച് പറയുന്നതുകൊണ്ട് പറയുകയാണ്, അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മിക്കവാറും ഇടി വഴക്ക് എല്ലാറ്റിലും എത്തിച്ചേരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ മാത്രമാണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. മറ്റ് ബന്ധങ്ങളിൽ അത് ഉണ്ടാകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നാൽ ദാമ്പത്യ ബന്ധത്തിൽ മിക്കവാറും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചില സ്ത്രീകൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പുരുഷന്മാരെ അടുത്തേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സംഭവം മനസ്സിലായാലും ബെഡിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ സാധിച്ചെടുക്കാനോ ഉണ്ടെങ്കിൽ ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിങ് കാര്യം നടക്കണമെങ്കിൽ അത് അവർക്ക് സാധിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ബെഡ്റൂമിൽ മരുഭൂമി ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ചില സ്ത്രീകൾ എത്തിക്കും. അതായത് സെക്സിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യും. പുരുഷൻ അതിന് വേണ്ടി വരികയാണെങ്കിൽ ശരി, അവൾ ഉദ്ദേശിച്ചത് ഒരു കാർ വാങ്ങണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും നേടണം എന്നാണെങ്കിൽ, ആ നേടണം എന്നുള്ള ആ കാര്യത്തിൽ നമ്മൾ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ, സമ്മതിച്ചു കൊടുക്കുകയാണ്, ഓക്കെ ശരിയാക്കി തരാമെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഇതിനടിപ്പിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. അതായത് സെക്സ് റിജക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു ബ്ലാക്ക് മെയിൽ നടത്തുക, വില പേശുക, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അതൊരു ടൂളായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതോ ഒരു പടം ഉണ്ടല്ലോ, ദൃശ്യത്തിനകത്ത് മോഹൻലാലിൻ്റെ അടുത്ത് മീന പറയുന്ന ഒരു രംഗമുണ്ട്. അവൾക്കൊരു സെക്കൻഡ് ഹാൻഡ് അല്ല, ഒരു ഫ്രഷ് കാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങേര് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് അതിന് മാത്രം പൈസയൊന്നുമില്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാം എന്ന് പറഞ്ഞ് ഓക്കെ ആയതിനു ശേഷമാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ സീന്. അപ്പോൾ നിങ്ങൾ സെക്സ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്സ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും പ്രണയത്തിനകത്താണ് കൂടുതൽ എന്ന് വെച്ച് ദാമ്പത്യത്തിനകത്ത് ഇല്ല എന്നല്ല പറയണത്. എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പുരുഷനേക്കാൾ കൂടുതൽ പണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും ആ ബന്ധം അടിച്ചു പിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താ, മാനുഷിക മൂല്യങ്ങളും മനുഷ്യൻ്റെ ക്വാളിറ്റീസിനൊക്കെ അപ്പുറത്ത് ഈ ഒരു പണം മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. പണമില്ലാത്തവന് ഇല്ലെങ്കിൽ അത് ഒന്നിനും കൊള്ളത്തില്ല, അവൻ വെറും വേസ്റ്റാണ് എന്നുള്ള രീതിക്ക് ഒരു ചിന്താഗതി പലപ്പോഴും സ്ത്രീകൾക്ക് വരാറുണ്ട്. കാരണം അയാൾ കാര്യമായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല, കാര്യമായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഹീസ് വേസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അത് മിക്കവാറും അവരുടെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പണത്തിൻ്റെ കണ്ണോടുകൂടിയല്ല ആണിനെയാണെങ്കിലും പെണ്ണിനെയായാലും അളക്കേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ദുശീലങ്ങൾ ഉണ്ടോ നോക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടോ നോക്കുക, ആരെങ്കിലും ചതിക്കാനോ വഞ്ചിക്കാനോ പറ്റിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും മനസ്സുണ്ടോ നോക്കുക. അങ്ങനെ നല്ലതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നോക്കാനുണ്ട്. ഇതെല്ലാം നോക്കിയതിന് ശേഷം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ വ്യക്തിക്കുള്ളതെന്ന് പറയുകയാണെങ്കിൽ പണം എന്ന് പറയുന്നൊരു എലമെൻറ്റിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലൂടെ മാത്രം കണ്ടിട്ട് വിലയിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ പല സ്ത്രീകളും പണത്തിൻ്റെ പുറകെ മാത്രം പോകും. ആ ആൾക്കുള്ള ക്വാളിറ്റീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പണം എന്നുള്ളൊരു
ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പെരുമാറ്റം പുരുഷൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അത് അവരെ അത്യധികം വെറുപ്പിക്കുകയും ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി, ഇനിയിപ്പോൾ അല്ലെങ്കിലും ശരി, അവരവരുടെ പഴയ എക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ആദ്യ പ്രണയമായാലും ശരി, അതേപോലെ തന്നെ ആദ്യ ഭർത്താവാണെങ്കിലും ശരി. അപ്പോൾ രണ്ടാം വിവാഹം കഴിക്കുമ്പോൾ ആദ്യ ഭർത്താവായിരിക്കുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യത്തെ പ്രണയമാണെങ്കിലും ശരി, അതിനകത്തുണ്ടായിരുന്ന ആ പാർട്ട്ണറെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുക, വാ തോരാത്ത സംസാരിക്കുക, അയാളുടെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറയുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് അവരെ അത്യധികം വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഒരിക്കലും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല നമ്മുടെ പാസ്റ്റത്തെ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. കാരണം അവരല്ലേ ഇപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്നത്, ആ പാർട്ട്ണറുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ പഴയ പാർട്ട്ണറെ കുറിച്ചിട്ട് എന്നുള്ള കഥകൾ നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റും? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എക്സിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് 8ൻ്റെ പണി കിട്ടും. അവർ അത്യധികം വേദനിപ്പിക്കും, ദേഷ്യപ്പെടുത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 12ാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വലിയ ആൾക്കാർ തൊട്ട് ചെറിയ ആൾക്കാർക്കും കുട്ടികൾക്കും ആണിനും പെണ്ണിനും ഒക്കെ ഒരേപോലെ ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. സത്യസന്ധമായിട്ടിരിക്കുന്നതിന് പകരം നുണ പറയാം. നുണ കൊണ്ടൊരു ചീട്ടുകൊട്ടാരമുണ്ടാക്കി അതിൻ്റെ മുകളിൽ രാജാവായിട്ട് വാഴുന്ന ഒരു അവസ്ഥയുണ്ട് പലപ്പോഴും. സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ആണുങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ കാണാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര നാൾ നമുക്ക് കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും? അധികം നാളൊന്നും പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഉള്ളിരിപ്പും കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും. നമ്മൾ ചെയ്യുന്നത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അല്ലെങ്കിൽ പൊട്ടത്തരമാണ്, നമ്മൾ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ അധികം കാലതാമസം വേണ്ടി വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവരെന്താ ചിന്തിക്കുന്നത്? നമ്മളെ വിശ്വാസവഞ്ചന കാണിക്കുകയായിരുന്നു, നമ്മളെ പറ്റിക്കുകയായിരുന്നു, അതന്നെ സംഭവം മനസ്സിലായില്ല, നുണ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ നമ്മളോട് വെറുപ്പും ദേഷ്യമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പുരുഷൻ്റെ മനസ്സിൽ ദേഷ്യം വരുത്തുന്നതിനുള്ള അല്ലെങ്കിൽ വെറുപ്പ് വരുത്തുന്നതിനുള്ള 10-12 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.